ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഈ അപകടത്തിന് പിന്നിൽ നീയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെച്ചേക്കത്തില്ലെന്ന് കൈമള് പറയുന്നു. തുടർന്ന് രാജലക്ഷ്മി അമ്മ പറയുകയാണ്, നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നീ എന്താണെങ്കിലും ഈ വീട്ടിൽ വേണ്ട. നിന്നെ ആരും ഇവിടെയോട്ട് വിശ്വസിക്കാനും പോകുന്നില്ല. ഇത് വേണമെങ്കിൽ അവൾ വൈശാഖിനെ ആ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തി കരുതിക്കൂട്ടി ചെയ്തതാകുമെന്ന് സാവിത്രി പറയുമ്പോൾ, എൻ്റെ ആങ്ങളെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് മാലതി. നിന്റെ ആങ്ങളെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. അവൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി 3 നേരം ആഹാരം കൊടുത്തതിൻ്റെയാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയത്. അതാ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ തുടക്കം. തുടർന്ന് കരഞ്ഞുകൊണ്ട് മൈഥിലി പറയുകയാണ്, മീനാക്ഷിയെ കാണാതായപ്പോൾ ഞാനും വളരെ സങ്കടപ്പെട്ടിരുന്നു. മീനാക്ഷിയെ കണ്ടുകിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയാമോ. ഞാൻ വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ സത്യം ചെയ്യാമെന്ന് പറഞ്ഞ് വൈകമ്മളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് മൈഥിലി. ഇത് കാണുന്ന മീനാക്ഷി ദേഷ്യത്തോട് പറയുകയാണ്, വൈകമ്മോൾക്ക് പാല് കൊടുക്കുന്നുണ്ടെന്ന് കരുതി നീ അതിൻ്റെ അമ്മയൊന്നും ആകില്ല. വൈകമ്മോള് എൻ്റെയും കാർത്തികേട്ടൻ്റെയും മോളാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി. അതേസമയം മീനാക്ഷി എന്ന് വിളിച്ചുകൊണ്ട് കാർത്തിയും പിന്നാലെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയെ കാണാൻ ചെന്നിരിക്കുന്ന വൈശാഖിനെയാണ്. വൈശാഖിനെ കണ്ടയുടൻ തന്നെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ഇന്ദ്രജ. കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയോ നീ? നിനക്ക് എന്ത് ധൈര്യമുണ്ടാ നീ എൻ്റെ മോളെ തൊട്ടതെന്ന് ഇന്ദ്രജ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വൈശാഖ് മനസ്സിൽ പറയുകയാണ്, എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാതെ ഇവരുടെ അടുത്ത് നിന്ന് എന്താണെങ്കിലും രക്ഷപ്പെടാനേ സാധിക്കില്ല. മാധവമംഗലത്തെ മോളായിട്ട് അവളെ വളർത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോലും പോകാതെ ഇവിടെ തന്നെ നിന്ന് തിരിയുന്നത്. എൻ്റെ മകളായിട്ട് എനിക്ക് അവളെ വളർത്തണം. അപ്പോഴാ നീയും മൈഥിലിയും കൂടി ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നത്. ഇത് കേൾക്കുന്ന വൈശാഖ് പറയുകയാണ്, ഇന്ദ്രച്ചി, മീനാക്ഷിയെ ഇന്ദ്രച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എല്ലാ പ്ലാനും ചീറ്റിപ്പോയില്ലേ. ഇത് കേൾക്കുന്ന ഇന്ദ്രച്ച പറയുകയാണ്, നീ ഇപ്പോൾ സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ മീനാക്ഷിയെ മാത്രമല്ല, ഒപ്പം ആ വാളും കൂടി എനിക്ക് വേണം. പിന്നെ മറ്റൊരു കാര്യം കൂടി, അടുത്ത പ്ലാൻ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് രാജലക്ഷ്മിയിലൂടെയും നന്ദിനിയിലൂടെയുമാണ്. അവർ രണ്ടുപേർക്കും ഇളക്കം തട്ടിയാൽ മാത്രമേ അവിടുത്തെ അടിവേരടക്കം ഇളകുകയുള്ളൂ. അങ്ങനെ ഇന്ദ്രജ തൻ്റെ ഐഡിയ പറയുമ്പോൾ വൈശാഖ് പറയുകയാണ്, ഇത് നല്ല സൂപ്പർ ഐഡിയ തന്നെയാ ഇന്ദ്രജി. എന്താണെങ്കിലും നമ്മൾ ഇതിൽ വിജയിക്കും. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിയുമാണ്. എന്നാലും അവൾ അത്രയും പറഞ്ഞിട്ടും എനിക്കൊന്നും പറയാൻ സാധിച്ചില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് മീനാക്ഷി. എൻ്റെ മീനാക്ഷി, നീ അത് വിട്ടുകളാ. എന്നാലും നിങ്ങളൊന്നും മിണ്ടാതെ നിന്നല്ലോ എന്ന് പറഞ്ഞ് മീനാക്ഷി കാർത്തിയോട് ദേഷ്യപ്പെടുമ്പോൾ, നീ സമാധാനമായിട്ടിരിക്കാനും നമ്മൾ ജീവിച്ച് കാണിക്കുന്നതിലൂടെയാ നമ്മൾ അവളോട് പ്രതികാരം വിട്ടാൻ പോകുന്നതെന്നും കാർത്തി പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് മൈഥിലി വൈശാഖിനെ വിളിക്കുന്നതാണ്. ഞാൻ നിന്നെ വിളിക്കാനിരുന്നതാ, പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ അറിയില്ലല്ലോ, അതാ വിളിക്കാഞ്ഞതെന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുകയാണ്, എന്താണെങ്കിലും വിളിക്കാതിരുന്നത് നന്നായി. ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞാനും നീയും കൂടി കരുതിക്കുട്ടി മീനാക്ഷിയെ തട്ടിക്കൊണ്ടുപോയെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. പിന്നെ എൻ്റെ മറ്റേ ഫോണിൻ്റെ കാര്യം നന്ദിനി കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മൈഥിലി പറയുമ്പോൾ വൈശാഖ് പറയുകയാണ്, നാളെ ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ടല്ലോ. ആ പൂജയ്ക്ക് ഒറിജിനൽ മൂർഖൻ പാമ്പുകളെ വിടാൻ പോവുകയാണ് ഇന്ദ്രജി. അതോടെ ആ രാജലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനമായിക്കോളും. ഇത് കേൾക്കുന്ന മൈഥിലി സന്തോഷത്തോടെ കോള് കട്ട് ചെയ്യുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെടി നനയ്ക്കുന്ന മൈഥിലിയാണ്. ഇത് കാണുന്ന കൈമളും ജഗദീഷും അമ്പരപ്പോടെ മൈഥിലിയെ നോക്കുന്നു. അല്ല, ഇവൾക്കിത് എന്തു പറ്റിയെന്ന് ജഗദീഷ് ചോദിക്കുന്നു. ആവോ എന്തു പറ്റിയെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമളും ജഗദീഷും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം നന്ദിനിയും പുറത്തേക്ക് വരികയാണ്. അച്ഛന് കുളിക്കാനുള്ള വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നന്ദിനി പറയുമ്പോൾ കൈമൾ അകത്തേക്കും ജഗദീഷ് പുറത്തേക്കും പോകുന്നു. ഇത് കാണുന്ന മൈഥിലി സന്തോഷത്തോടെ പറയുകയാണ്, രണ്ടുപേരും പോയല്ലോ, സമാധാനമായി. അതേസമയം ഒരാള് പൂക്കൂടയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കാണുന്ന മൈഥിലിക്ക് സന്തോഷമാകുന്നു. അതേസമയം നന്ദിനി ആ കൂടയും വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എന്താണെങ്കിലും അവർക്ക് വിഷം തീണ്ടുന്നത് ഒന്ന് നേരിട്ട് തന്നെ ചെന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മൈഥിലി അകത്തേക്ക് പോകുന്നു. അതേസമയം പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. പിന്നീട് കാണിക്കുന്നത് നന്ദിനി ആ പൂക്കൂട കൊണ്ട് പൂജാമുറിയിൽ വെക്കുന്നതാണ്. അതേസമയം നന്ദിനിയുടെ പിന്നാലെ ചെല്ലുകയാണ് മൈഥിലി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.